ഹലോ എവരി വൺ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് JEE മെയിൻ്റെ 24 ജാനുവരി നടന്നിരിക്കുന്ന ഫസ്റ്റ് ഷിഫ്റ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ ത്രൂ ഔട്ട് സെഷൻസ് നോക്കുന്ന സമയത്ത് നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻസ് ഇൻഡിവിജ്വലി ട്രീറ്റ് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ മൂവിങ് ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്നുള്ള ചാപ്റ്ററിലെ ചോദ്യം എന്ന് പറയുന്ന സമയത്ത് സാർ ഫസ്റ്റ് ചാപ്റ്റർ എന്നാണോ ചോദ്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ത്രൂ ഔട്ട് +1 +2 ഫിസിക്സിലെ എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ വരാം. എന്നാൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നോക്കുന്ന സമയത്ത് മാഗ്നറ്റിക് ഇൻഡക്ഷൻ, മാഗ്നറ്റിക് ഫ്ലക്സ്, മാഗ്നറ്റിക് പെർമിയബിലിറ്റി, സെൽഫ് ഇൻഡക്റ്റൻസ് ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കി എടുക്കാം. മാഗ്നറ്റിക് ഇൻഡക്ഷൻ മീൻസ് മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ പഠിക്കുന്നത് എവിടെയാ, മാഗ്നറ്റിസ് ആൻഡ് മാറ്റർ, മാഗ്നറ്റിക് പെർമിയബിലിറ്റി ന്യൂ, അതേപോലെ സെൽഫ് ഇൻഡക്റ്റൻസ് L, അതായത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, മാഗ്നറ്റിസ് ആൻഡ് മാറ്റർ EMI എന്നുള്ള ഇത്രയും 3 ചാപ്റ്റേഴ്സുകളിൽ നമ്മൾ പരാമർശിക്കപ്പെട്ട ടേമുകളുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഓരോ ടേമിൻ്റെയും എന്താ ചെയ്യുക, ഡയമെൻഷൻ കണ്ടുപിടിച്ച് നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും സിമ്പിൾ റിലേഷൻ എന്താ, F is equal to ചാർജ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. സോ വാട്ട് ഇസ് മാഗ്നറ്റിക് ഫീൽഡ്? മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ചാർജ് ഇൻറ്റു വെലോസിറ്റി. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ചാർജ് ഇൻറ്റു വെലോസിറ്റി വരും. ഇവിടെ ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ, mLT⁻², ചാർജിന്റെ ഡയമെൻഷൻ AT, വെലോസിറ്റി LT⁻⁻1 അല്ലേ. L ക്യാൻസൽ ചെയ്യാം, T⁻1 T⁻1 എന്തായി പോകും, T⁻0 ദാറ്റ് വിൽ ബിക്കം 1. സോ ലാസ്റ്റ് സ്റ്റെപ്പിൽ MT⁻2 A⁻1 വരും. സോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ A എന്ന് പറഞ്ഞാൽ MT⁻2 A⁻1, അതായത് Lന്റെ പവർ 0. സോ A എന്തായിരിക്കണം, A3 ആയിരിക്കണം. A3 വരുന്ന 2 ഓപ്ഷൻസ് ആണ്. A3 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഇനി അതേ സെക്കൻഡ് ഓപ്ഷനും 4 ഓപ്ഷൻ നോക്കുന്ന സമയത്ത് A3 ആണ്, B എന്താണ് 4 ആണ്. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ ശരിക്കും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, മാഗ്നറ്റിക് ഫ്ലക്സ് 2 ആളുകൾക്കും 4 ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസിലി പറയാം മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡയമെൻഷൻ 4th ഡയമെൻഷൻ സെയിം ആയിരിക്കും. വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഏരിയ. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു മാഗ്നറ്റിക് ഫീൽഡ് ഡയമെൻഷൻ MT⁻2 A⁻1 ഇൻറ്റു ഏരിയ എന്ന് പറയുമ്പോൾ L². സോ ദ ഡയമെൻഷൻ വിൽ ബിക്കം mL² T⁻2 A⁻1. ദിസ് ഇസ് ദ ഡയമെൻഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. B 4 ആണ്. ഇനി C കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ വെരിഫൈ ചെയ്യാം. C ഏതാ, മാഗ്നറ്റിക് പെർമിയബിലിറ്റി അല്ലെങ്കിൽ D സെൽഫ് ഇൻഡക്റ്റൻസ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് നമുക്ക് ആൻസർ വെരിഫൈ ചെയ്യാം. സെൽഫ് ഇൻഡക്റ്റൻസ് ഏതാ, സെൽഫ് ഇൻഡക്റ്റൻസ് L എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഡിവൈഡ് ബൈ കറണ്ട് അല്ലേ. ദിസ് ഇസ് ദ ഇക്വേഷൻ. ഇൻഡക്റ്റൻസ് ഈക്വൽ ടു ഫ്ലക്സ് ഡിവൈഡ് ബൈ കറണ്ട്. ഫ്ലക്സിന്റെ ഡയമെൻഷൻ mL² T⁻2 A⁻1 ഡിവൈഡ് ബൈ കറണ്ട് A ആണ്. സോ താഴെയുള്ള A കറങ്ങി മുകളിൽ പോയാൽ mL² T⁻2 A⁻2. സോ ഇൻഡക്റ്റൻസിന്റെ ഡയമെൻഷൻ എന്തിനാ, സെൽഫ് ഇൻഡക്റ്റൻസ് പറയുന്ന സമയത്ത് mL² T⁻2 A⁻2 mL² A⁻2 D2 വരും. സോ D2 വരുന്ന ആൻസർ നോക്കുമ്പോൾ ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി നിങ്ങൾ പെർമിയബിലിറ്റിയും കൂടി ചെക്ക് ചെയ്താൽ യു വിൽ ഗെറ്റ് ആൻസർ ഓപ്ഷൻ 1. പെർമിയബിലിറ്റി ചെക്ക് ചെയ്യാൻ ഏതാ നല്ല ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ച പ്രകാരമാണെങ്കിൽ നമുക്ക് ഏത് റിലേഷൻ എടുക്കാം, എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു B² ഡിവൈഡ് ബൈ 2μ0. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി പെർ യൂണിറ്റ് വോളിയം, ദാറ്റ്സ് ഡയമെൻഷൻ ഓൾമോസ്റ്റ് ഈക്വൽ ടു പ്രഷർ ആണ്. സോ എനർജി ഡെൻസിറ്റി μ0 ഇവിടെ എടുക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഡയമെൻഷൻ നമുക്കറിയാം. സോ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതാ മാഗ്നറ്റിക് പെർമിയബിലിറ്റിയും ഡയമെൻഷനും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ ഇത് ഡയമെൻഷൻ അനാലിസിസ് വന്നിരിക്കുന്ന ചോദ്യമാണ്. ഇങ്ങനെ ഓരോ ടൈമുകൾ കണ്ടുപിടിക്കുന്ന രീതിയിൽ നിങ്ങൾ ഡയമെൻഷൻ സെറ്റ് ആക്കിയിരിക്കണം. സോ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാം.